ഒരു കാരണവശാലും വിശ്വാസത്തെ പണയം വെച്ചാൽ ദൈവം അതിന് കണക്ക് ചോദിക്കുന്ന ദിവസം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. ഓർത്തിരുന്നുകൊള്ളുക. ഞാനൊരു സംഭവം പറയാം, അതെൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ചൊരിച്ച്. ഞാൻ അച്ഛനായ ഉടനെ എനിക്ക് കിട്ടിയൊരു സംഭവമാണ്. 10-12 കൊല്ലം ഞാൻ സെമിനാരിയിൽ ഒരു സ്വാതന്ത്ര്യമില്ലാതെ അച്ഛനാവണം എന്ന സ്വപ്നം കണ്ടു കഴിഞ്ഞ് 12 കൊല്ലം പുറത്തു പോകാൻ പാടില്ല, വലിയ ബുദ്ധിമുട്ട്, ഒരു പിക്നിക്കോ, കാര്യമായൊരു ജീവിതമില്ല, പഠനവും പ്രാർത്ഥനയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. ഇപ്പം സെമിനാരിക്കാർക്ക് പിന്നെ സ്വാതന്ത്ര്യമുണ്ട്. അന്ന് ഒരടിമത്തത്തിൽ അങ്ങനെ കഴിയുകയാണ്. അത് കഴിഞ്ഞ് പട്ടം കിട്ടി. എന്നെ നമ്മുടെ അതിരൂപതയുടെ തെക്കേ അറ്റത്തുള്ള വലിയൊരു ഫൊറോന പള്ളിയിൽ അസ്തേന്തിയായിട്ട് വെച്ചു. ആ പട്ടം കിട്ടിക്കഴിഞ്ഞ ഉടനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് ഞാൻ ആസ്വദിക്കുന്ന കാലം. എൻ്റെ പള്ളിയിൽ, ആ പള്ളിയിൽ വികാരി അച്ഛൻ, വയസ്സായൊരച്ഛൻ, അസ്തേന്തി അച്ഛൻ മാനസിക അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്. അദ്ദേഹം പ്രായ കൂടുതലാണെങ്കിലും അസ്തേന്തിയായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ 2 പ്രായമായ അച്ഛന്മാരും ഞാനൊരു കൊച്ചച്ഛനും. പൊതുവെ ആളുകൾക്ക് കൊച്ചച്ഛന്മാരെ വലിയ ഇഷ്ടമാണ്. കാരണം അതിങ്ങനെ, അതുകൊണ്ട് കൊച്ചച്ഛൻ വീട് വീടാന്തരം കയറി സ്നേഹം, പണ്ടൊരു വികാരിയച്ഛൻ പറഞ്ഞോണം, സ്നേഹം വാരി വിതറി നടക്കുകയാണ് കൊച്ചച്ഛൻ. വികാരിയച്ഛനാണെങ്കിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടെല്ലാം. അപ്പോൾ എന്താ, ഈ വലിയച്ഛന്മാർക്ക് നല്ല ഭക്ഷണമൊന്നും കഴിക്കും, വല്ല പച്ചക്കറി സൂപ്പ് എന്തെങ്കിലും കഴിക്കാൻ പാടുള്ളൂ. അസുഖമാണ് 2 പേർക്കും. അപ്പോൾ നല്ല കറിയൊന്നും ആ അടുക്കളയിൽ രൂപപ്പെടുകയല്ല. അപ്പോൾ ഇതാ നാട്ടുകാർക്കറിയാം. അതുകൊണ്ട് എന്നെ എല്ലാ ദിവസവും വൈകുന്നേരം വിളിച്ച് ആളുകൾ നല്ല ഭക്ഷണമൊക്കെ തരുന്നുണ്ട്. അപ്പം ഞാൻ എന്നും പോയി നല്ല ഫുഡ് കഴിച്ചും വന്ന് ഈ ടേബിളിലിരിക്കും അച്ഛന്മാരെ ബോധിപ്പിക്കാൻ. അപ്പോൾ എൻ്റെ ഇരിപ്പ് കണ്ടു കഴിയുമ്പോൾ തന്നെ വിചാരിച്ച് ചോദിക്കും, കൊച്ചച്ച എവിടെ നിന്നാ കള്ളത്തീറ്റ കിട്ടിയത്? അപ്പോൾ അതുപോലെ ഞാൻ സ്ഥിരം കള്ളത്തീറ്റയ്ക്ക് ആശ്രയിച്ചൊരു കുടുംബം ഉണ്ടായിരുന്നു, നല്ലൊരു കുടുംബം. അവിടുത്തെ കുടുംബനാഥൻ വിൻസെന്റ് ഡിപ്പോളിൻ്റെ പ്രസിഡന്റ്, കുടുംബനാഥ പള്ളിയിലെ ഓൾ ഇൻ ഓൾ, ഭക്തിയുള്ള കുടുംബം. മകള് CLC-യിൽ, മകൻ CLC-യുടെ പ്രസിഡന്റ്, മകളാണ് ഈ കൊയറിലെ ഏറ്റവും നല്ല ഭംഗിയായിട്ട് പാട്ട് പാടുന്ന വെച്ചു. അങ്ങനെയായിരുന്നു. പക്ഷെ ആ കുടുംബത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഈ മകള് സുന്ദരിയായിരുന്നു, നേഴ്സിംഗ് പാസ്സാക്കി ഇരിക്കുകയാണ്. പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും അവളെ ആശ്രയിക്കുമായിരുന്നു. ഡാൻസ് പഠിപ്പിക്കാനും പാട്ട് പാടാനും കലാപരിപാടി ഓർമ്മ എല്ലാം നല്ല സ്മാർട്ടായിട്ട് വെച്ച്. അവളുടെ കല്യാണം ഉറക്കാൻ പോവാണ്. അവൾക്ക് ഇങ്ങോട്ടൊരു കല്യാണം വന്നിരിക്കുകയാണ്. സ്വിറ്റ്സർലൻഡിലെ പയ്യനാണ്, കോടീശ്വരനാണ്, ഭയങ്കര പണക്കാരൻ. ഈ പെണ്ണിനെ ആലോചിച്ച് അവള് ഈ കല്യാണം കഴിഞ്ഞ് അവൾക്ക് സ്വിറ്റ്സർലൻഡിലേക്ക് കൊണ്ടുപോകും. എല്ലാ രീതിയിലും ബിസിനസ് ഉണ്ട്, എല്ലാ രീതിയിലും റിച്ച് ആയിട്ടുള്ളൊരു പയ്യൻ, നല്ല ഭംഗിയുള്ള പയ്യൻ. ഉടനെ അവളുടെ മാതാപിതാക്കളെല്ലാം കൂടി പെണ്ണിനൊരു ഭാവിയല്ലേ പ്രധാനം, മതമാണോ പ്രധാനം? പക്ഷെ ഒരു പ്രശ്നം, ആ പെങ്കൊച്ചിനെ അവനെ ഇവൾ കല്യാണം കഴിച്ചാൽ ഒരിക്കലും കത്തോലിക്ക വിശ്വാസി പറ്റില്ല. ആ വിശ്വാസം നിനക്ക് അവർ സമ്മതിക്കല്ല. കത്തോലിക്ക കല്യാണം വേണ്ട, ആ കല്യാണം കഴിക്കണം നോൺ കാത്തലിക്, ക്രിസ്ത്യാനിയാണ് പക്ഷെ കത്തോലിക്കരല്ല, അത് വേറൊരു വിഭാഗത്തിൽപ്പെട്ട. വീട്ടുകാരെല്ലാം ചിന്തിച്ച് എൻ്റെ മോൾക്ക് ഇത്ര വലിയ ഭാവി തന്നെയല്ലേ, അവളുടെ കൂട്ടുകാരികൾ ഉപദേശിച്ചേടി നിനക്ക് വലിയൊരു ഭാവി തന്നെയല്ലേ, മതമൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ആര് നോക്കും, ഇത്രയും വലിയൊരു കേസ് കേട്ട് വരുന്നതല്ലേ, നിനക്ക് ഭാവി സുരക്ഷിതമല്ലേ, കെട്ടിക്കൂടെ? അവളും ചിന്തിച്ച് കെട്ടിയെന്തോ കുഴപ്പം. അങ്ങനെ കല്യാണം ആ വീട്ടിൽ ഉറപ്പിച്ചു. ഈ കാര്യം പള്ളിയിലെ വികാരിയച്ഛനോടും ഞങ്ങളോടും പറയാൻ ആ കാർന്നവർ വന്നപ്പോൾ ഞങ്ങളോട് അവിടെ ചെല്ലണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രായമായ അച്ഛന്മാരെന്നോട് പറഞ്ഞു, നമുക്ക് ആ വീട്ടിൽ പോയി പ്രാർത്ഥന നടത്തണ്ട, കാരണം നാട്ടുകാർക്കൊരു അതപ്പം ഇത്രയും പള്ളിയോട് ചേർന്ന് നിന്ന ഒരാളല്ലേ, ഇങ്ങനെ ഒരു വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു നടപടി തീരുമാനം എടുത്തില്ലേ, പോണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനും പറഞ്ഞു പോകുന്നില്ല, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ആ ദിവസമായപ്പോഴേക്കും എൻ്റെ മനസ്സിലൊരു ചാഞ്ചാട്ടം. എല്ലാ ദിവസവും നല്ല ഫുഡ് അടിച്ച വീടാണ്. ഈ പ്രതിസന്ധിയുടെ നേരത്തിൽ ഞാൻ പോയില്ലെങ്കിൽ അവരെന്ത് കരുതും? ഞാൻ വികാരിയച്ഛനോടോ അച്ഛനോടോ പറഞ്ഞില്ലേ, ഞാൻ രഹസ്യമായിട്ട് പോയി അവിടെ ഉറപ്പിക്കലോ എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അവിടെ അച്ഛൻ ചെന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ആ വീട്ടിൽ ചെന്ന് ഒരു പ്രാർത്ഥനയെ നടത്തി ഞാൻ പോരുകയും ചെയ്തു. വികാരിയച്ഛനോ കൊച്ചൻ ആരും അറിഞ്ഞില്ല. ആ വീട്ടുകാർക്കൊരു സന്തോഷം, അച്ഛൻ വന്ന് പ്രാർത്ഥന നടത്തി. അങ്ങനെ ആ കല്യാണം നടന്നു. സ്നേഹമുള്ള ഇതുപോലെ എന്നെ അത് കഴിഞ്ഞ് ഞാൻ വേറെ വടക്ക് വശത്തുള്ളൊരു പള്ളിയിൽ അസിസ്റ്റൻ്റായി, അങ്ങ് പടിഞ്ഞാറ് ഭാഗത്തൊരു പള്ളിയിലെ വികാരിയച്ഛനായിട്ട് അപ്പോയിൻറ്റഡായി. ആ പെണ്ണിനെ കെട്ടിച്ച ആ സ്ഥലം ഞാനവിടെ വികാരിയായിട്ട് എല്ലാണ്. ആ പള്ളിയിൽ നിന്ന് നോക്കി ആ ഗോപുരം എനിക്ക് കാണാം, വലിയ വീട്. ആ വീടിൻ്റെ മുൻവശത്ത് മുഴുവൻ വിദേശ നിർമ്മിത കാറുകൾ കിടക്കുന്നു. അവർക്ക് എറണാകുളത്ത് ഫ്ലാറ്റുകൾ, ഒത്തിരിയേറെ സൗകര്യം, ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈല്.
പള്ളിയിൽ പോവരെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുടെ പള്ളിയിൽ വേണമെങ്കിൽ പോവാം. ഞാൻ അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പരിങ്ങി പെങ്കൊച്ച് എവിടെയോ പോയി ഇപ്പം എൻ്റെ മുറിയിൽ വന്ന് കയറി. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞ കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. അവൾ പറഞ്ഞേ, അച്ഛാ, ഇന്നെനിക്ക് ഫ്ലാറ്റുകളുണ്ട്, ആഭരണങ്ങളുണ്ട്, സാരികളുണ്ട്, എല്ലാമുണ്ട്, വിദേശത്തെ കാറുകളുണ്ട്, എല്ലാമുണ്ട്, ജോലിയുണ്ട്, വിസയുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഒരു ദിവസം പോലും എൻ്റെ മനസ്സ് സന്തോഷമായിരുന്നിട്ടില്ല. അച്ഛൻ്റെ പള്ളി കാണുമ്പോഴും ഈ പള്ളിയുടെ മുമ്പിൽ കൂടി പോകുമ്പോഴും എൻ്റെ ചങ്ക് പിടയ്ക്കും. ആ കുർബാന കൈക്കൊള്ളാൻ എനിക്ക് അർഹതയില്ലല്ലോ, ഞാൻ അതിന് ബാൻ ചെയ്യപ്പെട്ടിരിക്കുകയാണല്ലോ എന്ന ചിന്ത. ഇനി മുതൽ എനിക്ക് കുർബാനയെ കൊള്ളാൻ പറ്റില്ല. ആ ചിന്ത എന്നെ വേദനിപ്പിക്കുന്നു. എനിക്കിന്നെല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ലാത്തതുപോലെ ഞാൻ ആയിരിക്കുന്നു എന്ന് ഈ പെണ്ണ് പറഞ്ഞങ്ങ് നിന്ന് പൊട്ടിക്കരയുകയാണ്. അന്ന് യുവജനങ്ങളോട് പറയാൻ ഞാനൊരു പാഠം എൻ്റെ മനസ്സിൽ കോറി വെച്ചു. ഞാൻ ഒത്തിരി ഇങ്ങനെയുള്ള പിള്ളേരെ കണ്ടിട്ടുണ്ട്, പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, ഇവിടെയും കൊണ്ടുവരുന്നുണ്ട് ചിലർ. സ്നേഹമുള്ളവരെ, ഞാൻ അവരോട് പറയുന്ന ഒരു ഉപദേശം സ്നേഹത്തോടെ പറയുകയാണ്. എന്നെങ്കിലും ഇങ്ങനെ ഒരു പ്രതിസന്ധി നിങ്ങളുടെ മുമ്പിൽ വന്നാൽ, നിങ്ങളുടെ മുമ്പിൽ രണ്ടുപേര് നിൽക്കുകയാണ്. ബറാബാസും നിൽക്കുന്നു, യേശുവും നിൽക്കുന്നു. നിങ്ങൾക്ക് ആരെ വേണമെന്ന് പീലാത്തോസ് നിങ്ങളുടെ മനസാക്ഷി നിങ്ങളോട് ചോദിക്കും. ഈ ബറാബാസിന് വേണോ, ക്രിസ്തുവിന് വേണോ, കത്തോലിക്ക വിശ്വാസം വേണോ നിങ്ങൾക്ക്? നിങ്ങൾ ആരെ തെരഞ്ഞെടുക്കും? ബൈബിൾ വായിച്ചപ്പോൾ നമ്മള് ആ ബറാബാസിനെ വിട്ടുതരിക, ക്രിസ്തുവിനെ ക്രൂശിക്കുക എന്നാക്രോശിച്ച ആ ജനം എത്ര ദുഷ്ടരാണെന്ന് ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ ധ്യാനിക്കും. നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ പറയും കത്തോലിക്ക വിശ്വാസം അതൊന്നും ഗൗരവമുള്ള, ഞാൻ പ്രേമിക്കുന്ന എന്റെ കാമുകൻ, എനിക്ക് പ്രിയപ്പെട്ടത്, അവനെ അങ്ങ് വിട്ടുതരിക, ക്രിസ്തുവിനെ കൊണ്ട് ക്രൂശിക്കുക എന്ന് പറയുന്ന ആ ജനമായിട്ട് നമ്മൾ മാറും. ആ ദുരന്തം ഉണ്ടാവും. മുമ്പ് യൂദാസിനെ തെറി പറയും, 30 വെള്ളിക്കാശിന് ക്രിസ്തുവിനെ വിറ്റു. അതെ, ശരി തന്നെ. പക്ഷെ സ്വന്തം കാമാസക്തിക്ക് വേണ്ടി വല്ല സ്നേഹവുമാണോ അത്? ആസക്തിയുടെ പുറത്ത് ദൈവവിശ്വാസത്തെ വിറ്റ് കളയാൻ ഒരു മടിയുമില്ല. ക്രിസ്തുവിനെ വിൽക്കാൻ മടിയില്ല, വിശ്വാസം വിൽക്കാൻ മടിയില്ല. ഒരു ആക്രാന്തം മൂത്ത് ഭ്രാന്ത് പിടിച്ചതുപോലെ ഇതായിട്ട് നടക്കുക. ചെറുപ്പം മുതലേ ഈ വക ആളുകളുമായിട്ട് രഹസ്യ ബന്ധങ്ങൾ കൊണ്ടു നടക്കുക, എന്നിട്ട് അതിന്റെ പുറകെ പോവുക, കണ്ണീര് കുടിപ്പിക്കുക കുടുംബത്തെ, മാതാപിതാക്കളെ നാണിപ്പിക്കുക. വളർത്തിയതാണല്ലോ ചെയ്ത കുറ്റം. അതുകൊണ്ട് അവര് തലതാത്തി നടക്കട്ടെ. ഒരു തീരുമാനം എടുക്കുമ്പോൾ, നിങ്ങൾ ഏതൊരു തീരുമാനം എടുക്കുമ്പോൾ പപ്പയും മമ്മിയും കൊതിക്കും, പണം മുഴുവൻ അവരാ മുടക്കണത്, ആ തീരുമാനത്തിൽ ഞങ്ങൾക്കും ഒരു പങ്ക് വേണമെന്ന് അവർ ആഗ്രഹിക്കും. അത് ഏത് കാര്യമായാലും, ഒരു സാരി എടുക്കുന്ന എന്ത് സെലക്ട് ചെയ്യുമ്പോൾ അവർക്കൊരു കൊതിയുണ്ട്. എൻ്റെ മക്കളുടെ പ്രധാന കാര്യം എനിക്കൊരു വാക്ക് വേണം. അവിടെ ചതിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ ആ കാരണന്മാർ ഒരിക്കലും ക്ഷമിക്കില്ല. വലിയ പാടായിരിക്കും അത്. അതുകൊണ്ട് ആ ശാപം മേടിച്ച് വെക്കരുത്. ഒന്ന്, നമ്മുടെ വിശ്വാസത്തെ ബലി അർപ്പിക്കരുത്. അപ്പൊ ഞാൻ ഈ പിള്ളേരോട് പറയും, നീ എന്നെങ്കിലും നിന്റെ കത്തോലിക്ക വിശ്വാസത്തെ ബലി അർപ്പിച്ചാൽ ഓർത്തുകൊള്ളണം, ദൈവം വെറുതെ വിടുകയല്ല. ഒരു ദിവസം നീ അതിനെ ഓർത്ത് കണ്ണീരൊഴുക്കിയിരിക്കും, ഉറപ്പാണ്. അങ്ങനെ ഒഴുക്കാത്ത ഒരെണ്ണത്തെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒത്തിരി പേരെ പരിചയപ്പെടുന്നതാണ്. ഒരിക്കൽ ഒഴുക്കും, നമ്മൾ കണ്ണീരൊഴുക്കും. നാം സ്വന്തം പറയും, ദൈവം നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. എന്റെ വിശ്വാസം വളരെ വിലപ്പെട്ടതായിരുന്നു. ഈ ചവറല്ല എനിക്ക് പ്രധാനം. കാമവും സ്നേഹവും പ്രണയവും അതിനേക്കാൾ വിലപ്പെട്ടതായിരുന്നു എന്റെ ദൈവം. എനിക്ക് കാരണവന്മാരുടെ കിട്ടിയ വിശ്വാസം, എന്റെ തിരഞ്ഞെടുപ്പ്. ഞാനൊരു വികലാംഗനായിട്ട് ജനിച്ചില്ല. കാലില്ലാതെ ജനിച്ച് ഞാൻ അങ്ങനെ ജീവിക്കണ്ടേ? കണ്ണില്ലാതെ ജനിച്ച് ഞാൻ അങ്ങനെ ജീവിക്കണ്ടേ? എന്നെ തെരഞ്ഞെടുത്ത ഈ വിശ്വാസത്തിൽ, എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്ത വിശ്വാസത്തില്, ആ വിശ്വാസം എനിക്ക് കന്യാത്തം പോലെ, എന്റെ പൗരുഷഭാവം പോലെ, സ്ത്രൈണഭാവം എനിക്ക് പ്രധാനപ്പെട്ടതാണ്. അതിനെ വിറ്റ് ഞാൻ ജീവിക്കില്ല, സുഖം അന്വേഷിക്കില്ല. ഇതാണ് നാം ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കും, കണ്ണീരൊഴുക്കാൻ കാത്തിരുന്നോളുക.